നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ഒരുപാട് ചാർജറുകളും അതിൻ്റെ കേബിളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഏത് ചാർജറാണ് അല്ലെങ്കിൽ ഏത് കേബിൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ മൊബൈൽ ഫോൺ വളരെ പെട്ടെന്ന് ചാർജ് ആകുന്നത്, അതുപോലെ ചൂടാകാതെയും നമ്മുടെ ഫോണിൽ സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ചാർജർ ഏതാണെന്ന്, അതായത് വയറും കേബിളും മാറ്റി മാറ്റി കണക്ട് ചെയ്ത് ഏതുപയോഗിക്കുമ്പോഴാണ് സുരക്ഷിതമായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ നമ്മുടെ വീടുകളിലുള്ള ചാർജറും കേബിളും ഒക്കെ വർക്ക് ചെയ്യുന്നതാണോ, ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചാർജർ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ 2 പെർമിഷനാണ് കൊടുക്കാനുള്ളത്. ആദ്യത്തെ പെർമിഷൻ്റെ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്താണ് പോവുക. ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്യുക. ഇനി രണ്ടാമത്തെ പെർമിഷൻ നോട്ടിഫിക്കേഷൻ പെർമിഷനാണ്. ജസ്റ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ അലോ കൊടുത്താൽ മതി. പിന്നെ വരുന്ന കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള പോപ്പപ്പ് ഇതുപോലെ വരും. പർച്ചേസ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അത് എക്സിറ്റ് പോയാൽ മതി. പർച്ചേസ് ചെയ്യാതെ തന്നെ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയാൽ ഇതിനകത്ത് നിരവധി ഓപ്ഷൻ ഉണ്ട്. ബാറ്ററി സംബന്ധമായ നമുക്ക് സഹായകരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ചാർജർ ടെസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കാണാം 79% ഏകദേശം ചാർജ് ഉണ്ടെങ്കിലും ഞാൻ ചാർജർ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ചാർജർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്ത് ഇവിടെ കാണുന്ന ഈ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആ ഓപ്ഷൻ ഫുൾ സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ചാർജറുകൾ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ 3 ചാർജറുകളും അതിൻ്റെ കേബിളുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ചാർജറും കേബിളും മാറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിതൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. ഞാൻ ആദ്യം ഒരു ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കണക്ട് ചെയ്ത ഉടനെ കാണിക്കുന്നതല്ല ചാർജറിൻ്റെ വിവരങ്ങൾ. അല്പനേരം കാത്തിരുന്നാലാണ് ആപ്ലിക്കേഷനിൽ ആ ചാർജറിൻ്റെ കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ആവുകയുള്ളൂ. അല്പസമയത്തിനുള്ളിൽ ചാർജറിൽ നിന്നുള്ള കൃത്യമായ വിവരം ഇതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഏകദേശം 14-15 വാട്ട്സിലാണ് ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നത്. അല്പം അധികം സമയം വെച്ചാൽ കൃത്യമായ വിവരം ലഭിക്കുന്നതാണ്. വലതുഭാഗത്ത് എസ്റ്റിമേറ്റ് ടൈം എന്ന് കാണാം. അതൊരു ശരാശരി ടൈം കാണിക്കുന്നതാണ്. ചാർജ് കയറുന്നതിനനുസരിച്ച് അത് മാറ്റമുണ്ടാകുന്നതാണ്. നമുക്കൊരു ശരാശരി ഇത്ര സമയത്തിനുള്ളിൽ കയറുമെന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതല്ല, അത്രയൊന്നും സമയം നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ട. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കാണാം. ടെമ്പറേച്ചർ ഏകദേശം 34 ഡിഗ്രിയാണ് എൻ്റെ ഫോണിൽ കാണിക്കുന്നത്. അതൊരു നോർമൽ ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഫോൺ ചാർജ് ചെയ്യാം. 40-നും 42-നും മുകളിലൊക്കെ ടെമ്പറേച്ചർ കാണിക്കുന്ന ചാർജറുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി, അതുപോലെ തന്നെ ഫോണിന് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഓവർ ഹീറ്റ് ആകുന്നുണ്ട്. ആ ചാർജർ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കണം. ഇനി ഇതൊരു ഫാസ്റ്റ് ചാർജർ ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ വോൾട്ടേജ് കാണാം. എൻ്റെ ഫോണിൽ 4.2 ആണ് വോൾട്ടേജ് ഉള്ളത്. അതായത് ഏകദേശം 70% മുകളിൽ ചാർജ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും വോൾട്ടേജ് കാണിക്കുന്നത്. നമ്മളെ ഫോണിൽ ചാർജ് കയറുന്നതിനനുസരിച്ച് 3.7 മുതൽ 4.5 വരെയൊക്കെ ഈ വോൾട്ടേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. 4.5-ന് മുകളിൽ, അതായത് 4.6 അല്ലെങ്കിൽ 5 വോൾട്ടേജ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഫോൺ ഓവർ ഹീറ്റ് ആകും. അതുകൊണ്ട് തന്നെ അത്തരം ചാർജറുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ മറ്റൊരു ചാർജർ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തു അല്പസമയം ഞാൻ കാത്തിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വിവരങ്ങൾ കാണിക്കുന്നത്. നേരത്തെ 14-ഉം 15-ഉം 16-ഉം ഒക്കെ വാട്ട്സ് കയറിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം 5-ഉം 6-ഉം ഒക്കെ വാട്ട്സ് ആണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചാർജ് ആകാനുള്ള ടൈം ഇവിടെ കൂടിയത് കാണാം. എസ്റ്റിമേറ്റ് ടൈം 49 ഒക്കെയായി. ടെമ്പറേച്ചർ നോർമലാണ്, വോൾട്ടേജും നോർമലാണ്. ഇതൊരു ഫാസ്റ്റ് ചാർജർ അല്ലാത്തത് കൊണ്ട് തന്നെ ചാർജിങ് എന്ന് മാത്രമേ മുകളിൽ എഴുതി കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചാർജർ എൻ്റെ ഫോണിന് കുഴപ്പമൊന്നുമില്ല. കാരണം ടെമ്പറേച്ചറും വോൾട്ടേജും വാട്ട്സും ഒക്കെ ഓക്കെയാണ്. ചാർജ് കയറും, പക്ഷെ കുറച്ചധികം സമയമെടുക്കുമെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കാണിച്ച 2 ചാർജറിൽ ഞാൻ ആദ്യം ചാർജ് ചെയ്ത ചാർജറാണ് എൻ്റെ ഫോണിൽ വേഗത്തിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അത് സേഫാണ്. ഓവർ ഹീറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഞാൻ 3ാമത്തെ ചാർജർ കണക്ട് ചെയ്യുകയാണ്. എൻ്റെ കൈവശമുള്ള 3 ചാർജറും കേബിളും ഒക്കെ പുതിയതാണ്. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും കാണിക്കില്ല. ഇപ്പോൾ 2ാമത് കാണിച്ച ചാർജറിൻ്റെ ഏകദേശം വിവരങ്ങൾ തന്നെയാണ് 3ാമത്തേലും കാണിക്കുന്നത്. പക്ഷേ കുറച്ചധികം ടൈം കൂടുതലാണ് 3ാമത്തെ ചാർജറിൽ.
ഇതുപോലെ നമ്മുടെ കൈവശമുള്ള ചാർജറുകളും കേബിളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ഏത് ചാർജ് ചെയ്യുമ്പോഴാണ് സുരക്ഷിതമായും വേഗത്തിലും നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നതെന്ന് വളരെ എളുപ്പത്തിൽ ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള ചില കേബിളുകളൊക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും, അപ്പോൾ ഫാസ്റ്റിൽ ചാർജ് ആവില്ല. അതും നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇതുപോലെ കണക്ട് ചെയ്യുമ്പോൾ ഓവർ ടൈം കാണിക്കും, ചിലപ്പോൾ ഓവർ ഹീറ്റ് കാണിക്കും, അതുപോലെ തന്നെ വോൾട്ടേജ് കൂടുതൽ കാണിക്കും. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിലൂടെ കണ്ടെത്തിയിട്ട് ഏത് ചാർജർ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.